ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയവ കച്ചവടം നടക്കുന്നുള്ള പരാതികൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് ഒരു SIT രൂപീകരിച്ചത്. അത് ശക്തമായി തന്നെ അതിനെ നിയന്ത്രിക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ ആരെങ്കിലും അതുകൊണ്ടാണ് എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇത് വളരെ വ്യാപകമായ തോതിൽ കേരളത്തിൽ അവയവ കച്ചവടം നടക്കുന്നതായി അറിഞ്ഞതിൻ്റെ പേരിലും പരാതികൾ വന്നതിൻ്റെ പേരിലുമാണ് അതൊരു SIT രൂപീകരിച്ചത്. SIT-യുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ഇന്നലെ ഞാൻ എറണാകുളം റൂറൽ SP-ആയിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഓർഡർ കിട്ടി, ഉടൻ തന്നെ ആരംഭിക്കുന്നു. അല്ല, അതെല്ലാം പരിശോധിക്കും, തീർച്ചയായിട്ടും പരിശോധിക്കും. കേരളത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ചില വ്യവസ്ഥാപിതമായ നടപടികളുണ്ട്, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ ആളുകളുടെ അവയവങ്ങൾ മോഷ്ടിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനൊക്കെ നിയന്ത്രിച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് പരാതികൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ചത്. SIT-യുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ശ്രീമതിക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, അതിലിപ്പോൾ മൊഴിയടക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ സമാനമായ എല്ലാ പ്രചാരണങ്ങളിലും അത്തരത്തിലുള്ള ഇടപെടലുണ്ടാവും. PK ശ്രീമതി ടീച്ചറുടെ പേരിലുണ്ടായ ആ ഒരു പ്രചരണം ഒട്ടും ശരിയല്ല. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത് ശരിയല്ല. അത് പരാതി കിട്ടി, മുഖ്യമന്ത്രി ആ പരാതി എനിക്ക് നൽകിയിരുന്നു. അതിനുശേഷം ഞങ്ങളത് ആ പരാതി ഞാൻ നമ്മുടെ ഈ സൈബർ സെല്ലിൻ്റെ IG ശ്രീ പ്രകാശിന് കൈമാറിയിട്ടുണ്ട്. പ്രകാശ് അന്വേഷിക്കട്ടെ. അത് ആര് ചെയ്താലും അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് യാതൊരു വാസ്തവമില്ലാത്ത ഒരു കാര്യത്തിനാണ് PK ശ്രീമതി മുൻ മന്ത്രിയാണ്, അവർ സംസ്ഥാനത്തെ ഒരു വനിതാ നേതാവാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരെപ്പോലുള്ള ആളിനെ ഒരു മര്യാദയുമില്ലാതെ അപമാനിച്ചതിനോട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സൈബർ സെല്ലിൻ്റെ SP-ക്ക് കൊടുത്തത് അതുകൊണ്ടാണ്. അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി അതിലുണ്ടാവും, ഒരു സംശയവും വേണ്ട.